ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നൊരു നല്ല പഴം വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പഴമൊക്കെ ഇച്ചിരി കറുത്ത് പോവുകയൊക്കെ ചെയ്ത് വെറുതെ അത് കളയുമല്ലേ, അത് കളയണ്ട. അത് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പഴം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിന്നേ പഴം ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പഴം കൊണ്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ പാളയംകുടം പഴമാണ്. ഞാനിത് ഒരു പടൽ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചേർക്കാനായിട്ട് ഇതേ ഒരു 1/4 കിലോ ശർക്കരയുണ്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ചേർക്കാനായിട്ട് ഞാനിത് ഒരു പിടി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ചരി ചേർക്കാം, ഇല്ല ഗോതമ്പൊടി ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിത് ഒരു പിടി പച്ചരി, എൻ്റെ കൈക്ക് ഒരു പിടി പച്ചരി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇച്ചിരി എള്ളും കൂടെ മതി. നമ്മളിതിനകത്തേക്ക് ഇത് ഇത്രയും പഴം ഇട്ടു, നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ അരിയും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഏലക്കായും ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. നമുക്ക് അരി തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പഴം കൊണ്ട് തന്നെ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏലക്കായും ജീരകവും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഏലക്കായ ഇട്ട് കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിനകത്ത് ബാക്കി ഒരു ഇച്ചിരിയും കൂടെ ഒഴിച്ച് വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. ഇതേ നമ്മൾ അരച്ച് നമ്മുടെ പഴവും അരിയും ഏലക്കായും ജീരകവും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പിഞ്ച് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇത്രയും ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തികച്ചും ഓപ്ഷനിലാണ്, വേണം ഇട്ടാൽ മതി. അത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് ഇരുന്നോളും. എന്നാലും ഒന്ന് ഫ്ലഫി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നില്ല, നിർബന്ധമില്ല, തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ, ഒരു പിഞ്ച്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്പൂണിന് ഒരു 2 സ്പൂണ് നമ്മുടെ ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ 2 സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു, ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയും ശർക്കര ഉരുക്കി ആ കപ്പിനകത്ത് വെച്ചതിന് എത്രയും മിച്ചമുണ്ട്. നമുക്ക് വേണേൽ ഒരു ശകലവും കൂടെ ഒഴിച്ചു കൊടുക്കാം, മധുരത്തിൻ്റെ ഇതനുസരിച്ച്. ഇച്ചിരി കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ നമ്മുടെ എള്ള കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, ആ എള്ളും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മളിതിനകത്ത് തേങ്ങ ഒന്നും മറ്റേ ഉണ്ണിയപ്പത്തിനകത്തിരുന്നാൽ തേങ്ങയൊന്നും നെയ്ക്കകത്തൊന്നും കൊത്തി വറുത്തിടുന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ഇച്ചിരി എള്ളു മാത്രം ചേർത്തിട്ടുള്ള എല്ലാം ഞാനൊന്ന് കഴുകി, എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയ ചിട്ടതാണ്. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് നല്ലപോലെ ഇളക്കി അടിച്ച് പതപ്പിച്ച് വെക്കാം. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെല്ലാൻ പാടായതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതിൽ നമ്മൾ തീരെ അരി ഒത്തിരി അരഞ്ഞു പോകണ്ട. നമ്മളൊരു ചെറിയൊരു തരിതരിപ്പാണ്. നമ്മൾ സാധാരണ അരി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അത്രയും അരി അരഞ്ഞു പോകണ്ട. നമുക്കിത് കൂടുതൽ ഇതിനകത്ത് പഴമായതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഒരു ശകലം തരി ഇട്ട് വേണം നമ്മുടെ അരി ഒന്ന് അരച്ചെടുക്കാൻ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതുകൊണ്ടോ കയ്യിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഒരു കുഞ്ഞ് തരിതരിപ്പ് ഇങ്ങനെ കാണണം. ഈ പഴത്തിൻ്റെ ഉണ്ണിയപ്പം ആയതുകൊണ്ട്, മറ്റുള്ള അരിയുടെയാണ് കുഴപ്പമില്ല, അതുകൊണ്ട് അതിങ്ങനെയൊന്ന്. പക്ഷേ ഇതിന് കളറ് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ മധുരം ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ കോരി ഒഴിച്ച് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല കളറായിക്കോളും. അല്ലെങ്കിൽ ഇന്നാളൊക്കെ എനിക്ക് പറ്റുന്നത് ഒത്തിരി മധുരമായി, ഓവർ മധുരം ആയാലും കഴിക്കാൻ പാടില്ലേ. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങനെ ഞാൻ അടിച്ച് നന്നായിട്ട് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇപ്പോൾ തന്നെ വേണം ഇത് ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഇതുപോലെ ഒത്തിരി നേരം ഒന്നും വെക്കണ്ട. രാത്രി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഒന്നും ഇരിക്കേണ്ട, അന്നേരത്തേക്ക് ഒത്തിരി അങ്ങ് പൊളിച്ച് പോകും. പക്ഷേ ഇത് ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിയും. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് എടുത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം എത്ര നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. ഞാനിവിടെ പഴമൊക്കെ ഇങ്ങനെ കൂടുതലുള്ളപ്പോൾ ഒത്തിരി പഴുത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ പഴമായിട്ടല്ലാതെ പിള്ളേർ കഴിച്ചോളുകയും ചെയ്യും, പഴമിട്ട് വേസ്റ്റായി പോവുകയില്ല. എങ്ങനെ നമ്മുടെ പഴ ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു.
ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പക്കാരയ്ക്കകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക. അതുകൊണ്ട് പുളിച്ചിട്ടും ഒന്നുമില്ല, നല്ല ഇതുണ്ട്, പഴമല്ലേ, അതുകൊണ്ട് മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. വേണം ഈ സമയത്ത് നമുക്കൊന്ന് തൊട്ട് നോക്കിയിട്ട് മധുരം ഇല്ലെന്ന് കാണുവാണെങ്കിൽ വേണം നമുക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാവേ. പക്ഷേ ഇത് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത്. ഇത് എങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമൊക്കെ നമ്മൾ തീയ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ പാത്രത്തിനകത്തും ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ഓരോ സ്പൂണിനകത്തൊക്കെ കൊരി ഒഴിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ വീഴും, ഇതിലല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചാണെങ്കിൽ എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മറിച്ചിടാം. ഒരു സൈഡൊന്ന് വെന്തിട്ടുണ്ട്, ഇതുണ്ടോ, വെന്ത് തന്നെ മറിയുന്ന ഒരു ഇതുണ്ടോ, ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നോരോന്ന് മറിച്ചിടാം. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. പഴമല്ലേ കൂടുതൽ, അതാണേ. എല്ലാം ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡും കൂടി ഒന്ന് വീണ്ടും ഇതുണ്ട്. ഇപ്പം തന്നെ നല്ല പഞ്ഞി പോലത്തെ ഇതുണ്ട്. ഒന്ന് മൂത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പോൾ സാധാ ഉണ്ണിയപ്പം ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടാൽ മതി, നിർബന്ധം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട. നമുക്ക് അപ്പുറം വീണ്ടും ഒരു സൈഡും കൂടെ ഒന്ന് തിരിച്ച് ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാവേ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാവേ. ഇതുണ്ട്, നല്ല അടിപൊളി നമ്മുടെ സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഒഴിച്ച് ചുട്ടെടുക്കാവേ. ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള പഴ ഉണ്ണിയപ്പം, നല്ല ചൂടാണ്. അയ്യോ, ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയാണ്. അകമൊക്കെ നോക്കി എന്ത് നല്ല സോഫ്റ്റാണ്. ഭയങ്കര ചൂടാകട്ടോ, തണുത്തല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ഇതുണ്ടോ, നല്ല പതാന്നുള്ള ഉണ്ണിയപ്പം. മധുരമെല്ലാം കറക്റ്റാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിൽ ഈ പഴമൊക്കെ ഇങ്ങനെ ഒത്തിരി പഴമൊക്കെ എന്താ പറയുന്നത്, മിച്ചമൊക്കെ വരുന്ന പഴം
കളയുമൊക്കെ ചെയ്യുന്ന ആ സമയത്ത് കളയുമൊന്നും വേണ്ടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിള്ളേർക്ക് കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയും, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.